ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കെന്ന് വെച്ചാൽ നമ്മുടെ ബി വി ഹൗസിൽ ഈ കഴിഞ്ഞ മൺഡേ മുതൽ ദേ ഇപ്പോൾ ഇന്ന് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടപ്പെടാത്തതുമായ മനസ്സിലാകാതെ പോയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ബി വി ഹൗസിൽ തുടങ്ങിയ സമയം മുതൽ നമ്മൾ കാണുന്നതാണ് ഓരോ ആൾക്കാരുടെ വോട്ടിൻ്റെ രീതികളായാലും ഈ ഇപ്പോൾ ആരാണ് ഈ ടോപ്പ് 5-ൽ 5 പേര് എത്തിപ്പെടുന്ന പല ആൾക്കാരുടെ പേരും പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ നമ്പർ 1-ൽ നിൽക്കുന്നത് അനുമോള് തന്നെയാണ്. സെക്കൻഡിൽ അനീഷ് നിൽപ്പുണ്ട്. മൂന്നാമത് നമ്മുടെ ഷാനവാസ് നിൽപ്പുണ്ട്. അതിന് താഴെയാണ് വേറെയുള്ള വ്യക്തികളെല്ലാവരും വരുന്നത്. പക്ഷെ ആരായാലും ജയിക്കട്ടെ, നല്ല മത്സരാർത്ഥികൾ ജയിക്കട്ടെ, നല്ല ആൾക്കാർ വോട്ട് ചെയ്യും എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, എടുത്തും പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഈ തിങ്കൾ മുതൽ ഇപ്പോൾ വരെയുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ മനസ്സിലാക്കാൻ പറ്റാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ അവിടെ 3 ഗസ്റ്റാണ് നമ്മുടെ ഈ ബി ബി ഹോട്ടലിൻ്റെ ആ ഒരു ടാസ്കിൽ ബി ബി ഹൗസിനുള്ളിലേക്ക് വന്നതും. അതും പഴയ മത്സരാർത്ഥികൾ തന്നെയാണ്. ചിലവർ 2 പ്രാവശ്യം വന്നവരുണ്ട്, ചിലർ 1 പ്രാവശ്യം വന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരാണ്. 2-3 പ്രാവശ്യം വന്ന വ്യക്തികൾ വരെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ വന്ന വ്യക്തികളിൽ മിക്ക ആൾക്കാരും ഫേവറിസം കാണിച്ച് ആ ബി ബി എസിനുള്ളിൽ വന്നതായിരുന്നു. പിന്നെ മൊത്തത്തിലുള്ള ആൾക്കാരെ ഒരുപോലെ മനസ്സിലാക്കാതെയും ചില വ്യക്തികളെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ബി ബി എസിനുള്ളിലേക്ക് വന്ന് കയറിയതായിട്ടും എനിക്ക് ഫീലായിട്ടുണ്ട് ഈ വന്നതിൽ ചില വ്യക്തികൾ. അതിലെടുത്ത് പറയുകയാണെങ്കിൽ ഷിയാസ് കരീം വന്നത് നമ്മുടെ അനുമോളെ പുള്ളിക്കൊരു സ്വന്തം പെങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത്. പിന്നെ പ്ലാച്ചീനെടുത്ത് പുറത്ത് കളയാനും കാരണം ആ അനുമോൾ ഇനിയെങ്കിലും നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് പുള്ളി അത് ചെയ്തത്. അതൊക്കെ സമ്മതിക്കുന്ന ഒരു പെങ്ങളെ തിരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. അതുപോലെ തിരുത്തി എന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ നമ്മുടെ ശോഭ ബി ബി എസിനുള്ളിൽ വന്നതെന്താ എനിക്ക് തോന്നുന്നത് മറ്റേ ഒരു നൈൽ പോളിഷ് മഴവില്ല് പോലൊക്കെ കയ്യിലടിച്ചു ആ ഒരു ടീമിനെ അനുകൂലിച്ചാണ് ശോഭ ബി ബി എസിനുള്ളിലേക്ക് വന്നതായിട്ട് എനിക്ക് ഫീലായത്. കാരണം വന്നപ്പോൾ തന്നെ ആ ഒരു രീതിയിൽ നമ്മളുടെ ലക്ഷ്മീനെ ചൊറിയുകയും സംസാരിക്കുകയും വന്ന വ്യക്തികളിൽ ഈ ഒരു വ്യക്തിയാണ് ഫസ്റ്റ് ചൊറിയുകയും പിന്നെ ആ ഒരു രീതി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി അവർ ഇതാക്കി മുൻഗണന കൊടുത്താണ് ബി ബി എസിനുള്ളിലേക്ക് വന്നതായിട്ട് എനിക്ക് അതൊരു ഫീൽ. അത് ശരിയൊരു മോശമായ രീതിയാണ്. കാരണം ബി ബി ഹൗസിനുള്ളിൽ എന്ത് കാര്യങ്ങളും നടക്കും, അത് അതിനുള്ളിലെ കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു പുറത്തുനിന്ന് വന്നൊരു വ്യക്തിയെ ഒരു ഹറാസ്മെൻറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ അവരെ ആ രീതി പറയാനോ ഒന്നും ഒരിക്കലും ഒരു അധികാരവും കൊടുത്തുകൂടാ ബിഗ് ബോസ്. പക്ഷേ ബിഗ് ബോസ് അത് കണ്ടിട്ടും കാണാത്ത രീതിയിൽ നിന്ന മാതിരിയാണ് എനിക്ക് ഫീലായത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ലാസ്റ്റ് ഈ മറ്റേ റിയാസ് വന്നപ്പോഴും റിയാസ് ചെയ്തതും ആ പ്രവൃത്തി തന്നെയാണ്. അയാൾ ടാർഗറ്റ് ചെയ്തത് മൊത്തം ലക്ഷ്മീനെ തന്നെയാണ്. പിന്നെ ഈ ലാസ്റ്റ് സമയത്താണ് അയാൾ അനീഷിൻ്റെ കൂടെയും അതുപോലെ പിന്നെ ഷാനവാസിൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങിയത്. കാരണം ആ പുള്ളിക്കും ഫേവററ്റായ വ്യക്തികൾ അതിനകത്ത് ഉണ്ടായതുകൊണ്ട് പുള്ളിയും ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വന്ന ഒരു ആളായിട്ട് എനിക്ക് ഫീലായത്. കാരണം അതിൽ പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. നമുക്കത് പറയാതെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം അവർ കോയിൻ കൊടുക്കുന്ന ആയാലും ഏത് രീതിയിലായാലും പുള്ളി ചെയ്തിരിക്കുന്ന ചില പ്രവർത്തികൾ മോശം ആയിപ്പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് മോർണിംഗ് നടന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസ് യൂണിഫോം ഇടാതെ എന്തോ ഡ്രസ്സ് മാറിയെന്ന് വന്ന സമയത്ത് ആ ഒരു സമയത്ത് ഇയാൾ ചെയ്തത് ഈ റിയാസ് ചെയ്തത് ഭയങ്കര റോങ് ആയിപ്പോയി. കാരണം നമ്മളെല്ലാവരും 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്, എല്ലാം ചെയ്തു. പക്ഷെ അവിടെയുള്ള ആൾക്കാരെ ഇങ്ങനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനും അവർക്കും അധികാരമില്ല, ഗസ്റ്റിനെ മോശമായ രീതിയിൽ പറയാൻ ഈ അവിടുത്തെ തൊഴിലാളികൾക്കും അധികാരമില്ല. പക്ഷേ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് മോർണിംഗ് ടാസ്കിൽ അവിടെ നടന്ന സംഭവങ്ങൾ. ഒന്നിനൊന്നിന് വിട്ടുകൊടുക്കാതെ സംസാരിച്ചിട്ടുണ്ട്. 2 വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഷാനവാസിൻ്റെ വായിന്നൊരു വാക്ക് വീഴുകയും അതങ്ങ് കുത്തിപ്പൊക്കി വലുതാക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളുടെ ലൈഫിൽ ഇപ്പം അതിൽ ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രശ്നം നിൽക്കുന്നതെന്ന് വെച്ചാൽ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് നമ്മുടെ ആര്യൻ റന ബാത്തിമെ
പേടിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് ആ പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു രീതി പേടിപ്പിച്ച ഒരു കാര്യം അതിലുണ്ട്. അത് ആ ഒരു പ്രശ്നം ഈ ആഴ്ച ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഷാനവാസ് നെവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അതും കാരണം ഈ നെവിൻ എന്താണെന്ന്, കാരണം ഇപ്പം ഈ BB ഹൗസിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ഈ ഏതൊക്കെ വ്യക്തികൾക്കാണ്, ഏതൊക്കെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തികൾക്കാണ് BB ഹൗസിലേക്ക് എൻട്രി ഉള്ളതെന്ന്. ആ ഒരു പല ഇതിലും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക്, കാരണം ആ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണെന്ന്. അന്നേരം അതിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന 2 പേരാണ് നൂറ ആദിലും. പിന്നെ അത് കഴിഞ്ഞാണ് നെവിൻ വന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലും ഒരു നോർമലായ ഒരു പുരുഷൻ പെരുമാറുന്ന രീതിയിലാണോ നെവിൻ അവിടെ പെരുമാറിയിട്ടുള്ളത്? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ നെവിൻ കാണിക്കുന്നത് എന്താണെന്നും, നെവിൻ്റെ ശരീരപ്രകൃതി വെച്ച് നെവിൻ എന്തെല്ലാം ആക്ഷനാണ് കാണിക്കുന്നതെന്നും എല്ലാം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ അവിടെ എത്രയോ പുരുഷന്മാരുണ്ട്, ചെറിയ ആൺകുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ പുരുഷന്മാരാണ്. അവരൊക്കെ ഈ രീതിയിലാണോ കാണിച്ചു കൂട്ടുന്നത്? ഇപ്പം സ്വന്തം ജെൻഡർ പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരാളെ എങ്ങനെയാണ് BB ഹൗസിലൊരു അത് വേറൊരു ജെൻഡറാണോ? ഒരിക്കലുമല്ല. അങ്ങനെയുള്ളൊരു ആൾക്കാർക്കാണ് അവിടെ 2 പേർക്ക് സ്ഥാനം കൊടുത്ത് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, നൂറ ആദിലേയും. അതിൽ ഇങ്ങനൊരു വ്യക്തി അവിടെ വേറൊരു സ്ഥാനത്തുള്ള വ്യക്തിയും അത് ഏത് ജെൻഡറാണെന്ന് മനസ്സിലായില്ല. അവർ സ്വന്തം ജെൻഡർ പുറത്ത് പറയാൻ മടിയുള്ള ഒരു വ്യക്തി, അത് ആ ഒരു ലേബിൾ കൊടുത്ത് നെവിനെ ഇത്രയും ദിവസം അവിടെ വെച്ച് ഇതാക്കിയത് മനസ്സിലാവുന്നില്ല എന്തിനാണെന്ന്. ബിഗ് ബോസ് നിർത്തിയിരുന്നത് എന്തിനാണെന്ന്. കാരണം ഷാനവാസ് ഇവൻ്റെ രീതികൾ ശരിയല്ലെന്ന് ആ റൂമിനുള്ളിൽ വന്നിരുന്ന് ഷാനവാസ് ഈ തുടക്ക സമയത്ത് ഇത് പറഞ്ഞ കേസാണ്. ഷാനവാസ് കള്ളമല്ല പറഞ്ഞത്. ഷാനവാസ് പറയേണ്ട ആൾക്കാരുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അത് 100% തെളിവാണ്. നമുക്കെല്ലാവർക്കും തെളിവാണ് ഷാനവാസ് പറഞ്ഞ കാര്യം. അതുപോലെ തന്നെയാണ് ആര്യനെക്കുറിച്ച് ഫസ്റ്റ് ടൈമിൽ നമ്മുടെ കലാഭവൻ സരിക പറഞ്ഞൊരു പേരുണ്ട്. ആര്യൻ്റെ പിടുത്തവും കാര്യങ്ങളും അതുകൊണ്ടൊക്കെ ഒന്നും ശരിയല്ലെന്ന് ആ പുള്ളിക്കാരി 2 പ്രാവശ്യം വന്നാണ് ആ റൂമിനുള്ളിൽ അത് പറഞ്ഞത്. നമ്മളെല്ലാവരും അതും കണ്ടതാണ്. അപ്പം ഒരാളെ ഇപ്പോൾ ഒരു പെണ്ണിനെ ചെന്ന് മോശമായ രീതിയിൽ കൈ പിടിച്ചാലോ അവരെ ശരീരത്തിൽ തട്ടാലോ ഏത് പെണ്ണിനും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊരാണിനും. ഷാനവാസിന് ഉണ്ടായ അനുഭവം ഷാനവാസ് അത് പറഞ്ഞ സമയത്ത് അത് ആദിലയോടെ ഈ ഒരു കാര്യം പുള്ളിക്കാരൻ ഷെയർ ചെയ്ത സമയത്ത് ആദില അതൊരു ഒരു കച്ചിത്തുരുമ്പാക്കി പിടിച്ചിട്ട് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടെത്തിച്ച്. അത് ഷാനവാസ് പറയേണ്ട വ്യക്തികൾക്ക് ഷാനവാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാനവാസ് ഏത് സമയത്ത് അത് പറഞ്ഞിരിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം പലരും 2 ദിവസം മോങ്ങി സ്ക്രീൻ പ്രസൻസ് ഒക്കെ കിട്ടി. അങ്ങനെ ഞാൻ ചെയ്ത അയാൾ അങ്ങനെ അല്ലെങ്കിൽ എന്തിനും ഇങ്ങനത്തെ ആക്ടിങ് എടുക്കുന്നത്? ഇങ്ങനത്തെ ആക്ടിങ് ഇവിടെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അയാൾ നോർമലായ ഒരു പുരുഷനാണെങ്കിൽ അയാൾ അത്രയും അന്തസ്സത്തോടെ അഭിമാനത്തോടെ ആ രീതിയിൽ നിൽക്കണം. ഇപ്പം അയാൾ എന്തൊക്കെ രീതിയാണ് പെണ്ണുങ്ങളുടെ ദേഹത്ത് നിന്ന് വീഴുന്നു, ആണുങ്ങളുടെ ദേഹത്ത് നിന്ന് വീഴുന്നു, ആണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ആണുങ്ങളെ ഉമ്മ വെക്കുന്നു, പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ പെണ്ണുങ്ങളെ അത്രയും രീതി കൊണ്ട് പിടിക്കുന്നത്. ആണുങ്ങളെയാണ് ഇവൻ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടുത്ത ഉമ്മയൊക്കെ ചെയ്തിട്ടുള്ളത്. അന്നേരം ആ ഒരു രീതിയിൽ ഈ ഒരു ചെയ്യുമ്പോൾ ആ സ്വന്തം ശരീരത്തൊരാണ് തൊടുന്നത് രീതി. ഷാനവാസ് ചെറിയ കുട്ടിയൊന്നുമില്ല, 40-45 വയസ്സുള്ളൊരു പുരുഷനല്ല. അയാൾക്കറിയില്ല ഒരാണ് തൊട്ടാൽ എന്താണെന്ന്. അയാളെന്താ കൊച്ചു കുട്ടിയാണ്. അതുകൊണ്ട് അയാൾക്ക് ആ തൊട്ടത് ശരിയല്ലാത്തതുകൊണ്ട് അയാളെ തുറന്നടിച്ച് പറഞ്ഞപ്പം വേറുള്ള BB ഹൗസിലുള്ള ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ വയ്യ. ഈ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് നമ്മുടെ അനുമോള് പറഞ്ഞ കാര്യത്തിൽ ആര്യനെയും ജിസലിനെയും സപ്പോർട്ട് ചെയ്ത് നിന്ന്. അനുമോളും കണ്ട കാര്യങ്ങളല്ലേ പറഞ്ഞത്, കാണാത്ത കാര്യങ്ങളല്ലല്ലോ പറഞ്ഞത്. അന്നേരം ഇതൊക്കെയാണ് ഈ BB ഹൗസിൽ നടക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ബിഗ് ബോസ് ഹൗസിൽ ഈ പ്രാവശ്യം വന്നത് മത്സരാർത്ഥികൾ മിക്കതും വെറും ചന്ത ടീമാണ്, നല്ല മനുഷ്യരല്ല. കാരണം ഒന്നാമത് ആര്യൻ്റെ ഈ അനാവശ്യമായ ഇടപെടലുകൾ, ആ ചങ്ങാതി തന്നെ വെറുപ്പ് മേടിച്ച് നാട്ടുകാരായി നിന്ന് വെച്ചത്, അല്ലാതെ ആരും മനസ്സുകൊണ്ട് വെറുത്തല്ല. അവനെ ഫസ്റ്റ് കണ്ട സമയത്ത് നമ്മൾ ലാലേട്ടൻ വിളിച്ച് പരിചയപ്പെടുന്ന സമയത്ത് നമ്മളെല്ലാം നല്ലൊരു പയ്യൻ നമ്മൾ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ ആ BB ഹൗസിനുള്ളിൽ ചെന്ന് കയറിയതിന് ശേഷം അവൻ കാണിച്ചു കൂട്ടിയ പ്രവർത്തികൾ എന്താണ്? പിന്നെ അതുപോലെ തന്നെ ആദ്യം നമ്മളെ വെറുപ്പിച്ച ആരാണ് BB ഹൗസിനുള്ളിൽ? അനീഷാണ്. അത് കഴിഞ്ഞ് ഈ പ്രേക്ഷകരുടെ ഇത്രയും സ്നേഹം പിടിച്ച് മേടിച്ചതാരാണ്? അനീഷ് തന്നെയാണ്. അന്നേരം ലുക്കിലല്ല കാര്യം, മനസ്സ് നല്ലത് വേണം ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അതാണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നേടിയെടുത്തത്. നമ്മുടെ സാധാരണക്കാരെ മനസ്സിലേക്ക്
അനീഷാണ് ചെന്ന് കുടിയിരിക്കുന്നത്. കാരണം പുള്ളി റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പുള്ളി റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ സാധാരണക്കാർ മനുഷ്യരുടെ മുമ്പിൽ ഇന്നും അനീഷാണ് മുൻപന്തി നിൽക്കുന്നത്. അയാളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ വലിയ പണക്കാരനോ ഒന്നൊന്നുമില്ല, നല്ല പെരുമാറ്റം. ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനെ ആയാലും ബഹുമാനിക്കേണ്ട സമയത്ത് കൊടുക്കുന്ന ബഹുമാനം, അല്ല ബഹുമാനിച്ചു കഴിഞ്ഞ് ബാക്കി മാറി കുത്തുന്ന രീതിയല്ല. അത് ആരും ഇഷ്ടം പോലെ ഉള്ളതാണ്, സീരിയസ്ലി പറയാം. അയാൾ നല്ല ജെനുവനായ ഒരു ഇതല്ല. പിന്നെ ആര്യനെ താങ്ങിയാണ് അക്ബർ നടക്കുന്നത്. അക്ബർ ഫസ്റ്റ് താങ്ങിയത് ശരത് അപ്പാനിയാണ്. ആ ശരത് അപ്പാനിക്ക് വേണ്ടാത്ത മോട്ടിവേഷൻ കൊടുത്ത് അയാളെ BBOസിലേക്ക് പുറത്താക്കിയപ്പോൾ അളിയൻ ഒറ്റയ്ക്കാവുന്ന സമയത്താണ് ഈ ആര്യനെയും ജിസലിനെയും അതുപോലെ റെന ഫാത്തിമയും പിടിച്ചത്. ഇവർ 3 പേരെയും പിടിച്ചാണ് അളിയൻ കൈ വെച്ചേക്കുന്നത്. അന്നേരം ആരെങ്കിലും ഒരാളെ ചാരാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അക്ബറിനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാളെ ചാരി പിടിച്ചിരിക്കണം, എന്നാലും ആ പുള്ളിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫീല് വരത്തുള്ളൂ. ഒറ്റയ്ക്ക് കളിക്കാൻ അറിയില്ല പുള്ളി വിചാരിക്കുന്ന ഒറ്റയ്ക്ക് വന്നിരുന്ന സ്റ്റേജിൽ പാടുന്ന മാതിരി അല്ല ഇതൊരു ഗെയിം ഷോ ആണ്. അന്നേരം അവിടെ പലതരത്തിലുള്ള ഈ 10 വിരലിൽ ഇപ്പോൾ നമ്മൾ ഈ 5 വിരലും ഒരേ തരത്തിൽപ്പെട്ട ആൾക്കാരല്ല, പല നീളവും വലുപ്പവും ആയാലും പല രീതിയിലുള്ളതാണ്. അതുപോലല്ലേ അവിടെ വരുന്ന മനുഷ്യർ. പക്ഷെ പുള്ളിക്ക് അത് മനസ്സിലാക്കാൻ കഴിവില്ല. ആര്യൻ എന്തോ അങ്ങ് സൂപ്പർ സ്റ്റാർ നിലവിലെത്തുന്ന ഒരു വലിയ മഹാനടൻ എന്ന രീതിയിലാണ് അക്ബറിൻ്റെ രീതി. എന്ന് വെച്ചാൽ ആര്യൻ ഇനി അഭിനയിക്കാൻ പോകുന്ന എല്ലാ സിനിമകളിലെയും പാട്ട് അക്ബറിനാണ് കിട്ടാൻ പോകുന്നുള്ള രീതിയിലാണ് അക്ബർ ഇന്നും ആര്യനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ആര്യൻ എന്ത് കാണിച്ചാലും ഒരു പ്രശ്നമില്ല, ജിസയിൽ എന്ത് കാണിച്ചാലും ഒരു പ്രശ്നമില്ല, അതിനൊക്കെ റെന ഫാത്തിമ എന്ത് കാണിച്ചാലും ഒരു പ്രശ്നമില്ല. ബാക്കി ആരെങ്കിലും എന്ത് കാണിക്കുകയാണെങ്കിൽ ഉടനെ അക്ബർ അതിൻ്റെ തുമ്പത്ത് കയറി അങ്ങ് പിടിച്ചങ്ങ് വലിയ ബോംബ് പോലെയാക്കും. അങ്ങനെ ഈ മരം ചാരി നിൽക്കുന്ന പറയത്തില്ല, അതാണ് ശരിക്കും പറഞ്ഞ അക്ബർ. ഒറ്റയ്ക്കിന്ന് കളി ഇത്രയൊക്കെ ഇവിടം വരെ ദൈവം എത്തിച്ചില്ലേ, ഇനി മുന്നോട്ട് പോയാലും ഒറ്റയ്ക്ക് കളിക്കാമല്ലോ. അല്ല ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ അപ്പാനി ശരത്താന്ന് പറഞ്ഞത്. അപ്പാനി ശരത്ത് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുക, കാരണം ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയതിൻ്റെ പുറത്താണ് അയാൾ ഇന്ന് വീടിന് പുറത്തായത്. അയാൾ ആൾക്കാരെ നിന്ന് ഇത്രയും വെറുപ്പ് മേടിച്ച് വെച്ചത്. അന്നേരം പിന്നെ എല്ലാവരും പറയുന്ന ഈ അക്ബറിനെ അറിയാവുന്ന ആളാണ് ഈ പ്രോഗ്രാമിൻ്റെ ഷോ ചെയ്യുന്ന വ്യക്തി. ഇയാൾ ഇതിന് പട്ടുറുമാൽ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് പിന്നെ വേറെ ഏതോ പാട്ട് റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ ഉള്ള വ്യക്തി ഇയാളുടെ ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് ഈ വീക്കെൻഡ് എപ്പിസോഡ് കണ്ട് അയാളെങ്ങാണ്ടാന്ന് ചെയ്യുന്നതെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പുറത്ത് ഭയങ്കര അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അക്ബർ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അക്ബർ അവിടെ ഒരു കാര്യവും ചെയ്യാനില്ല. അക്ബർ നല്ലൊരു ഗെയിം കളിക്കാൻ പറ്റത്തില്ല, അക്ബറിന് നല്ല രീതിയിൽ ഓടാൻ പറ്റത്തില്ല. അക്ബറിന് പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ കവലകളിൽ ഇരുന്ന പെണ്ണുങ്ങൾ പരദൂഷണം പറയുമല്ലോ, അതേമാതിരി ഇരുന്ന് പരദൂഷണങ്ങൾ പറയാൻ അക്ബറിനെ കറിഞ്ഞ അവിടെ വേറൊരു മനുഷ്യരില്ല. ആ അക്ബറും അപ്പാനി ശരത്തുമായിരുന്നു അതിൽ ഏറ്റവും വലിയ എന്താ പറയുക ഡിഗ്രി എടുത്ത വ്യക്തികൾ. പക്ഷേ ഇപ്പം അക്ബർ ഇരുന്നിട്ടാണ് ഈ കവലകളിരുന്ന് പരദൂഷണ കമ്മിറ്റി കൂടുന്ന അമ്മാവന്മാരുടെ രീതിയായിപ്പോയി അക്ബറിന്. ആര്യനും ജിസലിനും എവിടെ ഇരിക്കുന്നു അവിടെ അവരുടെ 2 പേരുടെയും പാവാടയുടെയും മറ്റവരുടെ വള്ളി നിക്കറിൻ്റെയും ജിസലിൻ്റെ അടിപ്പാവയുടെ വള്ളി ഇങ്ങരുടെ നിക്കറിൻ്റെ തുമ്പത്ത് കെട്ടിയിട്ട മാതിരിയാണ് എനിക്ക് ഫീലായിരിക്കുന്നത്. എന്നെ കണ്ടാലും ശരി കണ്ടാലും ശരി പറയാനുള്ളത് പറയും, ഒറ്റയ്ക്ക് ഇന്ന് കളിക്കണം, അതാണ് വേണ്ടത്. പക്ഷെ അതവിടെ ചെന്ന് കളിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ആ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്കാണ് ഈ റിയാസ് അവിടെ നമ്മുടെ അനീഷിനെ കൊണ്ട് അത് ടാസ്ക്കാണ്. പക്ഷെ അയാൾക്ക് ആത്മാർത്ഥമായിട്ടാണ് ഷാനവാസിനോട് ആ ഒരു സ്നേഹം പ്രകടനം ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിൽപ്പെട്ട ഒരു സാധാരണ മനുഷ്യനാണ് അയാൾ വലിയ സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നിട്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്നെത്തും. പിന്നെ അത് കണ്ടിട്ട് ചുമ്മാ ഇരുന്ന് കടിച്ചിട്ട് കാര്യമില്ല. അന്നേരം സാധാരണക്കാരുടെ മനസ്സിലോട്ട് എത്തണമെങ്കിൽ ആ രീതിയും ആ പക്വതയും ആ പ്രവൃത്തിയും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അയാൾ നല്ല രീതികളാണ് സാധാരണ ആൾക്കാരുടെ മുമ്പിൽ കൊടുക്കുന്ന നല്ല മെസ്സേജുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അയാളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരിക്കലും അയാളെ ആർക്കും ഇഷ്ടമില്ല, എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. പിന്നെ അനുമോളെ പറയാന്ന് വെച്ചാൽ കാരണം അനുമോൾക്ക് ഞാൻ ഒത്തിരി അനുമോളെ ഇതാക്കി സംസാരിച്ചു, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ആ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് ജിസേലിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ നല്ല ഉറക്കം ആ കുട്ടി. ആ ഉറക്കത്തിൽ നിന്ന് ആ കുട്ടി ചാടി എണീച്ച് വന്നൊരു വരക്കമുണ്ട്. എന്നിട്ട് വന്ന് ജിസേലിനെ താങ്ങുന്നുണ്ട്. എന്താ വേണ്ടത്, വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഈ റിയാസ് പറഞ്ഞു വെള്ളം എടുക്കണ്ട
എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അയാളുടെ ഒരു ടാസ്കിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അന്ന് അപ്പോഴും ആര്യനെ അങ്ങോട്ട് മാറി ജിസേലേ എന്ന് വിളിച്ചുകൊണ്ട് നിന്ന്. പക്ഷെ ആ ഒരു ടാസ്കിൽ പോലും അത് എന്താണെന്ന് അറിയാതെ പോലും ഒരാൾക്ക് ആപത്തുണ്ടെന്ന് പറയുമ്പം അത്രയും എഫേർട്ട് എടുത്ത് ഉറക്കത്തിൽ ചാടി എണ്ണീച്ച്, അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട് ആര്യം കിടന്നുറങ്ങുന്നു, ഇപ്പോൾ അയാളെ വിളിക്കുന്നു പറയാം. പക്ഷെ അതേപോലെ ആ പെൺകുട്ടീനെ ചൊറിഞ്ഞിട്ടുണ്ട് വരും. പക്ഷെ അവൾ എന്നിട്ട് ഇറങ്ങി ഓടി വന്നിട്ട് ആ ഒരു കാര്യം കാണിച്ച് അവൾ അത്ര ആത്മാർത്ഥത കാണിച്ചേ. എന്നിട്ട് ഒരു ആപത്ത് വരുമ്പോൾ അവളോട് ചെയ്ത പ്രവൃത്തി ഒന്നും ആലോചിക്കാതെ ആ പുള്ളിക്കാരി ഇറങ്ങി ഓടിയത് വലിയ. പക്ഷെ അവിടെ ആര്യം കാണിച്ച എന്താ ആക്ഷനാണ്, ഉറക്കം നടിച്ച് ചൊറിഞ്ഞും മിഴിച്ചും ഒക്കെ നിന്ന്. അന്നേരം അവൻ യഥാർത്ഥത്തിൽ ജിസേലിൻ്റെ നല്ലൊരു ഫ്രണ്ടല്ല, അവൻ ആക്ടിങ് ആണ്, ഫുൾ ആക്ടിങ്. അവൻ്റെ വിചാരം അവൻ മെഗാസ്റ്റാർ ആവും. മോനെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മലയാളത്തിൽ അഭിനയിക്കാൻ, നിൻ്റെ ആവശ്യം ഇവിടെ മലയാളത്തിലുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല, ഉള്ളത് പറയാം. കാരണം ഇവിടുത്തെ പ്രൊഡ്യൂസർമാർ ഒരിക്കലും നിന്നെ വെച്ചൊരു സിനിമ എടുക്കുന്ന ഈ സ്വപ്നത്തിൽ പോലും കരുതല്ലേ. വേറെ ഒന്നും കൊണ്ടല്ല, ആ സിനിമ ഇവിടുത്തെ തിയേറ്ററിൽ ഓടത്തില്ല, അത് 100% ഉറപ്പാണ്. കാരണം അത്രയും ഹേറ്റേഴ്സാണ് നിനക്കിവിടെ ഉള്ളത്. കാരണം നിൻ്റെ ഈ പക്വത ഇല്ലായ്മയിൽ തന്നെ ഉള്ളത്. നീ ഒരു 10-25 ഇല്ലെങ്കിൽ നീ ഒരു 27 വയസ്സിലൊക്കെ ആകുമ്പോൾ നീ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് വന്നിരുന്നെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു രക്ഷ കിട്ടിയാലേ. പക്ഷെ നീ പക്വത ഇല്ലാതെ ഇതിനകത്തോട്ട് വന്ന് കയറിയതാണ് നീ ചെയ്ത തെറ്റ്. അല്ല പിന്നെ നിനക്ക് പറ്റുന്നൊരു മേഖലയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, സീരിയൽ. അതിൽ നിനക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. അല്ലാതെ സിനിമ ഫീൽഡിലോട്ട് നീ ഒന്ന് കാലെടുത്ത് വെച്ച് പിന്നെ സൈഡ് റോൾ ചെയ്തൊക്കെ പോകാം കേട്ടോ. പക്ഷെ അല്ലാതെ ഒരു നായകനായിട്ട് നീ പിടിച്ച് കയറി അങ്ങ് കൊമ്പൊടിച്ച് വെച്ച് കയ്യിൽ വെക്കാമെന്ന് വെച്ച് നടക്കില്ല. ഇവിടെ ഇഷ്ടംപോലെ ആൺപിള്ളേരുണ്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്നത്. അവർക്ക് ഇത്ര ലുക്കൊന്നും ഇല്ലെങ്കിലും അവർ നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൺപിള്ളേർ ഈ മലയാളത്തിലുണ്ട്. അത് നിനക്ക് തന്നെ അറിയാമല്ലോ എത്ര നല്ല ആൺപിള്ളേരുണ്ടെന്ന്. എത്ര ഹിറ്റ് അടിച്ച് ആൺപിള്ളേരിന്ന് ഇവിടെ മലയാളത്തിൽ. അതുകൊണ്ട് നിന്നെ കാണിച്ച് ഞങ്ങളെ ഇതാക്കാൻ നിൽക്കണം. അതുകൊണ്ട് നിൻ്റെ ഒരു പടവും ഈ മലയാളത്തിൽ ഇറങ്ങി ഒരു 2 ദിവസം ഓടുമെന്ന് പോലും സംശയമാണ്, ഉള്ളത് പറയാം. പിന്നെ ഈ സൈഡ് റോളൊക്കെ നിന്ന് പോയി രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ. അല്ലാതെ നീ അങ്ങ് വലിയ സ്റ്റാറായി എന്ന് പറഞ്ഞ് മഹിമ കിട്ടിയെന്ന് എടുക്കണം. നിനക്ക് നീ മലയാളം വായിക്കാൻ അറിയില്ലെങ്കിൽ നീ ഇപ്പോൾ മലയാളം പഠിക്ക്, അതാ വേണ്ട. അല്ല ബിഗ് ബോസ് ഹൗസ് അല്ല നിനക്ക് ട്യൂഷൻ ക്ലാസ്, അത് എപ്പോഴും മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന കഴിവത് ഈ മലയാള ബിഗ് ബോസിൽ ഈ മലയാളികളെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ ഈ ജിസേലിനെയും ഈ ആര്യനെയൊന്നും വേസ്റ്റാണ്, വേസ്റ്റാണ്. കാരണം അവരൊന്നും ഈ ഒരു ഷോയ്ക്ക് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ അതുപോലെ റിയാസ് എന്ന് പറയുന്നത് ബിഗ് ബോസിനെ അറിയാം, ബിഗ് ബോസിൻ്റെ ഇതിൽ ആരാ മെറ്റീരിയൽ എന്ന് ശരിക്കും ജനങ്ങൾക്കറിയാം. ബിഗ് ബോസ് ഹൗസിൻ്റെ മെറ്റീരിയൽ ആരാ, അതറിഞ്ഞാണ് ഇന്നും വോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും റിയാസ് ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഇവിടുത്തെ മലയാളികൾ ഒരിക്കലും മണ്ടന്മാരല്ല. കാരണം മലയാളികൾ മനസ്സറിഞ്ഞ് ഒരാൾക്കൊരു വോട്ട് കൊടുത്താൽ അത് കൊടുത്തത് തന്നെയാണ്. അത് 100% ഒരാൾക്ക് കൊടുത്തത് തന്നെയാണ്. മലയാളികളുടെ മനസ്സിലുണ്ട് ആര് ജയിച്ച് വരണമെന്ന്. അതുപോലെ മലയാളികൾ അങ്ങ് ചെയ്തോളാം. പിന്നെ നീയൊക്കെ വന്ന് നടന്ന് ഇങ്ങനെ ചുമ്മാതെ കുറച്ച് ഇതാക്കണ്ട, മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീക്കെൻഡിലെ കാര്യങ്ങളാണ്, ഈ ടാസ്കിൻ്റെയും കാര്യങ്ങളും ഒക്കെയാണ് പറയാനുള്ളത്. അതുപോലെ ഈ റിയാസിന് ആ കൊണ്ടുവന്ന സാധനങ്ങളിൽ ഒരു സാധനം അടിച്ചു മാറ്റി അവളെല്ലാവരുടെ കൈ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവർ ഗിഫ്റ്റായിട്ട് കൊടുത്തേ ഒരു കല്ല്, അത് അയാളവിടെ തിരിച്ച് വെച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ അത് കൊണ്ടുപോയെന്നാണ് എൻ്റെ വിശ്വാസം. തിരിച്ച് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് പറയണോ, അല്ലെങ്കിൽ ലാലേട്ടൻ പറയല്ലോ. അവിടെയുള്ള എല്ലാ മെറ്റീരിയലും തിരിച്ച് മേടിക്കാൻ അതല്ല ബിഗ് ബോസ് പറയുന്നത്. പക്ഷേ ഇത് മേടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ഇതുവരെ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഈ ഇതിൽ വരുന്ന ഒരു സാധനം ഒരു വ്യക്തിക്കും പുറത്തുനിന്ന് വരുന്ന വ്യക്തിക്ക് കൊടുക്കാൻ പാടില്ലെന്നും അവിടെ റൂളുണ്ട്. പക്ഷേ അതൊക്കെ തെറ്റിച്ചാണ് ഈ ആതിര കൊണ്ടുവന്ന് വലിയ കാര്യത്തിൽ അങ്ങോട്ട് ചവഞ്ഞ് കൊടുത്തത്. അന്നേരം അതും. പക്ഷേ പിന്നെ അതേ തുറന്ന് പറയല, അതിലേന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ അതേ ഉറച്ച് നിന്ന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ 5 പേരിൽ എത്താം. അല്ലാതെ പൊന്നുമോളെ 2 പേരും കൂടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ അതിലേക്ക് അത്യാവശ്യം ഹേറ്റേഴ്സ് ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. ഈ അതിൽ ഇന്നലെയും അതിനകത്തുള്ള ആ ഒരു പ്രവൃത്തിയിൽ ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഗെയിമാണ് കളിക്കുന്നത്. പക്ഷേ ഗെയിം കളിക്കുന്നതിന് അതിനും ഒരു അന്തസ്സും അഭിമാനമുണ്ട്. തരം വിട്ട് കളിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ ടാറ്റ. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. ബൈ.